നമസ്കാരം. കേരളത്തെ പറ്റ തകർത്തിയത് നമ്മുടെ പിണറായി സർക്കാർ തന്നെയാണ്. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിലെല്ലാ വോട്ടുകളും പിണറായി സർക്കാരാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാൻ ചെയ്യിച്ചിട്ടുള്ളത് പിണറായി സർക്കാരിനാണ്. പിണറായി സർക്കാരിന് വേണ്ടിയിട്ട് എൻ്റെ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരുപാട് സുഹൃത്തുക്കളടക്കം നമുക്ക് തെറ്റിക്കേണ്ടി വന്നിട്ടുണ്ട് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാരിൻ്റെ ഈ ഭരണത്തെക്കുറിച്ചുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ്. റിയൽ എസ്റ്റേറ്റ് മേഖല വളർന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ മേഖലയിലും എല്ലാ ജനങ്ങളുടെ കയ്യിലും ക്യാഷ് വരുള്ളൂ. എന്നുവെച്ചാൽ അതൊരു 50 ലക്ഷം റുപ്യക്ക് മേടിക്കുന്ന ഒരു ഭൂമിയാണെങ്കിൽ അതൊരു 60 ലക്ഷം റുപ്യ 70 ലക്ഷം റുപ്യക്ക് ആയിരിക്കുമ്പോൾ മറിച്ച് വെക്കുക. അപ്പോൾ ആ വരുന്ന കാശ് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായി ജനങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ വരുന്ന കാശാണത്, റിയൽ എസ്റ്റേറ്റിൻ്റെ പൈസ. അപ്പോൾ ആ കാശ് അങ്ങനെ പരന്ന് കയ്യിൽ നിന്ന് ചിലവാക്കിക്കൊണ്ടേയിരിക്കും. നിലത്ത് ഇൻ്റർലോക്ക് ഇടാനോ പെയിൻറ്റിങ്ങിനോ ഗാർഡൻ സെറ്റിങ്ങിനോ വീടിൻ്റെ മേലെ റൂഫിങ്ങിനോ എന്ത് വർക്ക് വെച്ചാൽ അതൊക്കെ ചെയ്യണമെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ടില്ലാത്ത കാശ് കയ്യിൽ വരുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആർഭാടമായിട്ട് നാട്ടിൽ പൈസ ചിലവാക്കാൻ കഴിയില്ല. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖല തകർത്തത് പിണറായി സർക്കാരാണ്. കേരളത്തിലെ ജനങ്ങളെ ഇത്രയും ദാരിദ്ര്യമാക്കിയത് പിണറായി സർക്കാർ ഒരൊറ്റ വ്യക്തി മാത്രമാണ്. കേന്ദ്രം പോട്ടെ, കേന്ദ്രത്തിൻ്റെ പുറമെ ഞങ്ങൾ ജയിപ്പിച്ച് വിട്ടാണ് പിണറായി സർക്കാരിനെ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനടക്കം ജയിപ്പിച്ച് വിട്ടതാണ്. ആ സർക്കാർ കേരളത്തിലെ ജനങ്ങളെ തകർത്ത് തരിപ്പണമാക്കി. ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാരൊക്കെ സാമ്പത്തികമായിട്ട് ഏതോ ഉന്നത മേഖലകളിലെത്തി. ജനങ്ങൾ വളരെ ദാരിദ്ര്യത്തിലാണ് ഇപ്പോൾ. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഫസ്റ്റിലൊക്കെ കോൺഗ്രസ് ഭരിക്കുമ്പോഴൊന്നും ചെറിയ നാടൻ വീടിനൊന്നും അത്ര പിന്നെ ഫയർ വാല്യൂ ഉണ്ടായിരുന്നില്ല. ചെറിയ നാടൻ വീടിന് ഇപ്പം ചെറിയ നാടൻ വീടടക്കം ഫയർ വാല്യാണ്. ഒരു വീടെടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ആ വീട് ഫയർ വാല്യാണ്. കേന്ദ്രം കൊടുന്നതല്ല. ഒരാൾക്കൊരു ഭൂമി എടുത്ത് വെക്കാൻ പറ്റുന്നില്ല, ഒരാൾക്കൊരു വീടെടുത്ത് വെക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കേരളം കൊടുത്ത് തകർത്തി തരിപ്പണമാക്കി കേരളം പിണറായി സർക്കാർ. ഇന്നത്തെ ബജറ്റിൽ പോലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. പുതിയ ബിൽഡിങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. അതും വേണ്ടത് തന്നെയാണ്, പുതിയ ബിൽഡിങ്ങും വേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് റിയൽ എസ്റ്റേറ്റ് മേഖല കേരളത്തിൽ തകൃതിയായി നടന്നാൽ മാത്രമേ കേരളത്തിലെ ജനങ്ങളുടെ കയ്യിൽ ക്യാഷ് വരുള്ളൂ. ബുദ്ധിയുള്ള മന്ത്രിമാരുണ്ടെങ്കിൽ, ബുദ്ധിയുള്ള ഇടതുപക്ഷ പിണറായി സർക്കാരിൻ്റെ മന്ത്രിമാരുണ്ടെങ്കിൽ, ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കൂ. റിയൽ എസ്റ്റേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കേരളം വളരൂ. റിയൽ എസ്റ്റേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കേരളം വളരൂ. നിങ്ങൾ ഭക്ഷിക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല, നിങ്ങൾ എന്താണ് ഭക്ഷിക്കുന്നത് അറിയുന്നില്ല. ബുദ്ധിയില്ലാത്ത CPM-ൻ്റെ നേതാക്കന്മാരും മന്ത്രിമാരും റിയൽ എസ്റ്റേറ്റ് മേഖല തകർത്ത് തരിപ്പണമാക്കി. ഈ ഒരു പിണറായി സർക്കാർ, പിണറായിക്കും വേണ്ടി എത്ര ലീഗിൻ്റെ കോൺഗ്രസിൻ്റെ സുഹൃത്തുക്കളെ വെറുപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അറിയോ? എന്നെ പോലത്തെ നിരവധി ആളുകൾക്ക് പിണറായിക്ക് വേണ്ടിയിട്ട് എന്തിൻ്റെ ആവശ്യമാണ് എന്നുള്ളത് ഇപ്പം മനസ്സിലാക്കുകയാണ്. പിണറായിക്ക് വേണ്ടി ശബ്ദിക്കുന്നത് എന്തിൻ്റെ ആവശ്യമാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. ഇനിയില്ല, കഴിഞ്ഞു. പിണറായിയുടേതും കഴിഞ്ഞു, പിണറായിക്കുള്ള സപ്പോർട്ടും കഴിഞ്ഞു.